ഇന്നിനി എന്തൊക്കെയാ, ഏതാണ്, എന്താ കറി വെക്കണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് 5:45 ഇപ്പോൾ പതിവ് പോലെ ദേ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ആട്ടോ. അങ്കൂന് സ്കൂളിൽ പോകണം, രാക്കേക്ക് ഓഫീസിൽ പോകണം. അങ്കൂന് ടിഫിനിൽ കൊണ്ടുപോകാനുള്ള എന്തായാലും തട്ടിക്കുട്ടി രാത്രി തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയാണ്, അപ്പോൾ അത് കൊടുത്തിടാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഞാൻ കാല് കറി കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചല്ലോ, അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി അതും കൊടുത്ത് ഇടാം. അപ്പോഴത്തേക്ക് അങ്കുദേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് വന്നാൽ എനിക്കൊരു സമാധാനം കേട്ടോ. ചില ദിവസം രാവിലെ എഴുന്നേറ്റ് വരുന്ന നല്ല മൂഡായിരിക്കും, അപ്പോൾ ഇന്ന് നല്ല മൂഡിലുണ്ട്. ഈ ആഴ്ച സെക്കൻഡ് സാറ്റർഡേ, അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേയും അവധി ആയതുകൊണ്ട് അങ്കുവിന് ശനി ഞായർ ഒരുമിച്ച് ഈ ആഴ്ച അവധിയും കിട്ടും. ആ ഒരു സന്തോഷമുണ്ട്, കാരണം വീക്കെൻഡ് ആണല്ലോ. പാല് കാച്ചി എടുത്തിട്ടുണ്ട്. അങ്കുവിൻ്റെ ചിക്കൻ കാല് കറി ഒന്ന് ചൂടാക്കി അതും കൂടെ വെച്ച് കൊടുക്കാം. അവന് ഇഷ്ടമുള്ളതല്ലേ കൊടുത്തിടണ്ടേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് തന്നെ ആവട്ടെ എന്ന്. പിന്നെ ചപ്പാത്തിയുടെ മാവ് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ വെച്ചത് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. ഇതൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ വയറ് സ്റ്റഫായി കിടക്കുക. അവർക്ക് എന്താ ഇഷ്ടമുള്ളത്, ഹെൽത്തി ആയിട്ടുള്ളത്, അത് നമുക്ക് കൊടുത്തുവിടുമ്പോൾ ഒരു സമാധാനമല്ലേ. അങ്ങനെ 2 ചപ്പാത്തി നന്നായിട്ട് നെയ്യൊക്കെ തേച്ച് ചുട്ട് അത് വെച്ച് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പീനട്ട്സാണ് കുറച്ച് ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ബ്രേക്കിന് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എന്തായാലും അവൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്തു. ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി വെക്കുക. രാഖിക്ക് ഞാൻ കുറച്ച് ദോശയുടെ മാവ് വെച്ചിട്ടുണ്ട്, അതും ചട്നിയായിട്ട് അരച്ചു കൊടുത്താൽ രാഖി ഹാപ്പിയാണ്. രാവിലത്തെ അവൻ്റെ മൂഡ് ഇന്ന് നല്ലതാണ്, ഞാൻ പറഞ്ഞില്ലേ. ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എന്നെ കണ്ടിട്ടാ, പക്ഷെ കാണാത്ത ലക്ഷണത്തിൽ അവിടെ നിൽപ്പുണ്ട്. രാഖിയെ എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. അവനൊരു ഗ്ലാസ് പാല് കാച്ചി കൊടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് പാലേ കൊടുക്കത്തുള്ളൂ കേട്ടോ, ഒരു കുട്ടി ഗ്ലാസ്സിൽ. കാരണം ഒരുപാട് അവന് ഛർദ്ദിക്കാൻ വരുമെന്ന് പറയും. പക്ഷെ എന്തെങ്കിലും കൊടുക്കാതെ എനിക്ക് അയക്കാനൊരു വിഷമമാണ്. അപ്പോൾ കുറച്ച് പാലും കൊടുത്തതേ അവൻ ഇറങ്ങി. റെഡിയായി ഇറക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. എവിടെ അങ്ങ് പോയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തിരിച്ച് നമ്മുടെ കിച്ചൺ ബാൽക്കണി വന്ന് നോക്കുവാണെങ്കിൽ അവൻ പോകുന്ന കാണാം. ഈ കിടക്കുന്ന ഡ്രസ്സ് തലേദിവസം ട്യൂഷൻ കഴിഞ്ഞ് മഴയത്ത് കളിച്ചിട്ട് കൊണ്ടിട്ടതാണ്. അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് മാറി ഉണങ്ങാൻ വേണ്ടി തൂക്കിയിട്ടതാണ്. രാത്രി ഫുള്ള് മഴയായിരുന്നു. രാവിലെ എന്തായാലും ഒന്ന് തോന്നി നിൽപ്പണ്ട്. അങ്ങ് പോകുന്ന സമയത്ത് എന്തായാലും മഴയില്ല, അത് നന്നായി. പിന്നെ വന്ന് ചായ ഇട്ടു. രാഖിക്ക് ദോശയാന്ന് പറഞ്ഞല്ലോ. രാഖിക്ക് രാവിലെ എപ്പോഴും ദോശയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ച് ചട്നി അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് കഴിച്ചുകൊണ്ട് പോയിക്കോളൂ. അതിനായിട്ട് ഞാൻ കുറച്ച് മാവ് എപ്പോഴും ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. രാഖിയും റെഡിയായി ഇറങ്ങാണ്. ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ ഈ യൂണിഫോമാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്കും ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് കുറച്ച് യൂണിഫോം കൊടുത്തിട്ടുണ്ട് കമ്പനി, അതിനനുസരിച്ച് അവർക്ക് ഇട്ടുകൊണ്ട് പോകാം. രാഖി ഇറങ്ങാറായപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂര്യ ഉദിച്ച് നിൽപ്പുണ്ട്. കൂടെ കാർമേഘവും കൂടെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇവിടെ സാവൻ എന്ന് പറഞ്ഞൊരു മാസമാണ്. സാവൻ മാസത്തിലാണ് ഇവിടെ സാധാരണ മഴ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മൺസൂൺ സീസൺ. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ ഇരിക്കും. തുണിയൊക്കെ അതിനനുസരിച്ചാണ് കഴുകിയിടുന്നതുമല്ല. പച്ചപ്പ് നല്ലതായിട്ട് ഈ സമയത്ത് കാണും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെടികൾക്കൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വരും. പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മഴ കാണും, ഒരു മഴക്കാറ്റ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ എന്തായാലും തുണിയൊന്നും കഴുകാനിടുന്നില്ല. ഞാനിപ്പോൾ 2 ദിവസം കൂടുമ്പോഴേ കഴുകുന്നുള്ളൂ. കാരണം ഉണങ്ങി ഒരു സെറ്റ് മടക്കി വെച്ചിട്ടല്ലേ അടുത്ത സെറ്റ് എടുത്ത് കഴുകാനിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രാഖി ഓഫീസിൽ പോയതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് വന്ന് ഒന്ന് ഒതുക്കി അടുക്കിയിട്ട് പിന്നെ ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. എന്നും എന്താ ഈ കറി വെക്കുന്നതല്ലേ, നമുക്ക് ആകെ കൺഫ്യൂഷനായി. എന്ത് വെക്കാനാ? ചില ദിവസം ഒരു പ്ലാനൊക്കെ കാണും, ചില ദിവസം ഒരു പ്ലാനും കാണത്തില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് തട്ടി കൂട്ടണം. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയല്ലേ. നമുക്ക് എന്ത് കറി വെക്കാനാ? നമുക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയും വേണം, എന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും വേണം. ഇതൊക്കെ തന്നെ ആലോചിച്ച് തല പൊളിയാണ്. രാത്രി കിടക്കാൻ നേരം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ഇത് ആലോചിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നില്ലേ. അപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുന്ന അമ്മമാരുടെ കാര്യമൊക്കെ ഞാൻ ആലോചിക്കുക. കാരണം അവർക്ക് നല്ലൊരു പ്ലാനിങ് വേണമല്ലോ. നല്ല കറക്റ്റ് സമയത്തിന് എല്ലാം ആയി അവർക്കും കൊണ്ടുപോകണം. പിന്നെ എല്ലാവരുടെയും ഹെൽത്ത് നോക്കുകയും വേണം. ആഹാരം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ വീട്ടിൽ. അത് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ നമ്മുടെ ആരോഗ്യവും അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ആട്ട വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി, അത് പൊട്ടിച്ചിടണം. ആട്ട ഫുള്ള് കഴിഞ്ഞു.
പിന്നെ പൊട്ടിച്ചിട്ടേ പറ്റത്തുള്ളൂ. ഉണ്ടാക്കാൻ നേരം പെട്ടെന്ന് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ്. നേരത്തെ സമയം കിട്ടുമ്പോൾ അങ്ങ് പൊട്ടിച്ചിട്ട് ഒരു ആശ്വാസം ഉണ്ടല്ലോ. എന്തായാലും അതങ്ങ് പൊട്ടിച്ചിടാന്ന് വിചാരിച്ചിട്ട് ആ പണി അങ്ങ് കഴിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മെയ്ഡ് വന്നു കേട്ടോ. ജ്യോതി എന്നാണ് നമ്മുടെ മെയ്ഡിൻ്റെ പേര്. ശരിക്കും പുള്ളിക്കാരി കുക്കാട്ടോ. ഇവിടെ 5-6 വീടുകളിൽ കുക്ക് ചെയ്യാനാണ് പുള്ളിക്കാരി വരുന്നത്. രാവിലെ 7 തൊട്ട് 5:30 വരെ ഇവിടെ തന്നെ കാണും. അപ്പോൾ എനിക്ക് മാത്രമേ തൂത്ത് തുടച്ച് തരുന്നുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, മെയിൻ പുള്ളിക്കാരി കുക്കിംഗ് ആണ്. എനിക്ക് 2 വർഷം മുന്നേ ഒരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരി എൻ്റെ കൂടെ കൂടിയതാ. പിന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കുക. വേറെ ആർക്കും ഇങ്ങനെ തൂത്ത് തുടയ്ക്കാൻ പുള്ളിക്കാരി പോകാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ ദിവസവും ഡിന്നർ കഴിഞ്ഞിട്ട് ഉണക്കമുന്തിരിങ്ങയുടെ ജ്യൂസ് കുടിച്ചിട്ടാണ് ഞങ്ങൾ 3 പേരും ഉറങ്ങുന്നത്. അത് വളരെ നല്ലതാണ് നമുക്ക് ശരീരത്തിന്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നല്ല നാടൻ ഉണക്കമുന്തിരിങ്ങ വാങ്ങിച്ചത് നന്നായിട്ട് കഴുകി അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് നമുക്കങ്ങ് അടിച്ച് കുടിക്കാമല്ലോ. ആ പണിയും കഴിഞ്ഞു. ഇനി ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറുപയർ സ്പ്ലിറ്റഡ് ആട്ടോ, അതെടുത്ത് നന്നായിട്ട് കഴുകി ഒന്ന് വേവിക്കാൻ വെക്കാം. സ്പ്ലിറ്റഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അരപ്പിനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. തോരനായിട്ട് വെക്കാനാണ്. പയറപ്പം നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ എടുത്തെടുക്കാം. ചോറിനുള്ള അരി അടുപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവിയൊക്കെ മാറി പയർ തുറന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കൊത്തി വയ്ക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ചെറുതായിട്ട് പച്ച എടുത്തിട്ട് ചിക്കി എടുത്ത് കടുക് വറുത്തെടുക്കാം. പിന്നെ ഒരു എരികറിയാണ് കൂടെ വെക്കുന്നത്. എൻ്റെ അമ്മയുടെ ഒരു എരികറി, ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. നമ്മുടെ പുതിയ കട്ടിംഗ് ബോർഡിൽ ഇതേ സവാള ഉരുളക്കിഴങ്ങ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കർ വെച്ചിട്ട് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറേ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു എരികറിയല്ലേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിലും കൂടെ കൊടുത്ത് ആവിയൊക്കെ മാറി തുറന്ന് നോക്കി നമ്മുടെ കറി റെഡി. ദേ അങ്കിത്ത് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടേ. ഡിന്നർ ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പം നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്നാണ് വാങ്ങിച്ച തന്തൂരി ചിക്കൻ, പിന്നെ മുട്ടക്കറി, നാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ചു. കൂടാതെ ബട്ടർ റൊട്ടിയും ഉണ്ടേ. പിന്നെ എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. കൂടാതെ ഗ്രീൻ ചട്നിയും ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ സാലഡും ഉണ്ട്. അപ്പോൾ 2 തന്തൂരി ചിക്കനും 2 മുട്ടക്കറിയും വാങ്ങിച്ചു. ബിരിയാണി ഒരെണ്ണം വാങ്ങിച്ചാൽ 2 പാക്കറ്റിലായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഞാൻ കുറച്ച് എടുത്ത് കഴിക്കാൻ പോകും. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ. ഇന്ന് ഡിന്നർ ഉണ്ടാകാൻ റെസ്റ്റ് ആയിരുന്നു. വീക്കെൻഡ് അല്ലേ, ഫ്രൈഡേ. ഇവിടുന്ന് നേരെ അപ്പം നമ്മളിനി പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാട്ടോ. കേരളത്തിൽ നിന്ന് തിരിച്ച് നോർത്ത് ഇന്ത്യയിലോട്ടുള്ള റോഡ് ട്രിപ്പിന് നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ നാഗ്പൂർ വന്ന് സ്റ്റേ ചെയ്യുന്നതൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അവിടെ നിന്ന് രാവിലെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. നേരെ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലോട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തീരെ വയ്യാണ്ടായിപ്പോയി കേട്ടോ. UTI വന്നു. രാവിലെ മുതലേ എനിക്ക് വയ്യായിരുന്നു. ശരിക്കും രാത്രി മുതലേ ചെറിയ വയ്യായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോൾ ശരിക്കും UTI ആയിപ്പോയി. പിന്നെ അതുകൂടാതെ ദേഹമൊക്കെ നീര് വെച്ചു, വയറൊക്കെ ഇങ്ങനെ നന്നായിട്ട് പെരുവി വന്നു, യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ നമ്മൾ മധ്യപ്രദേശിലെ ബൻസൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലായിപ്പോൾ കിടക്കുന്നത്. UTI അടിച്ച് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ കിടക്കുന്ന രാക്കയാട്ടോ അതേ വീഡിയോ എടുത്തിട്ട് കമന്ററി പറയുന്നത്. എനിക്ക് മിണ്ടാൻ വയ്യാതെ കിടക്കുമായിരുന്നു. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആസ്ട്രേഡ് മെഡിസിറ്റിയിൽ ഒരു ചെക്കപ്പിന് പോയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഡൈ കയറ്റിയിട്ടുള്ളൊരു CT സ്കാൻ തന്നായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് അവർ വളരെ സൂക്ഷിക്കണം, വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞതാ പ്രത്യേകിച്ച്. അപ്പോൾ ആ ഡൈ മുഴുവൻ പോകണമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ യാത്രയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പ്രശ്നം വന്നത്. ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. എത്ര വെള്ളം കുടിച്ചിട്ടും യൂറിൻ പോകുന്നുണ്ടായിരുന്നില്ല. വയറൊക്കെ പെരുകി വരികയായിരുന്നു. അങ്ങനെ നമ്മളിതേ അതൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനായിട്ട് വരിക. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലാണ്. എനിക്കൊന്നും വേണമെന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ വേദന മാറി. അവർ പെയിൻ കില്ലറും ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നുകൊണ്ട് വേദന അങ്ങ് മാറി. ഡ്രിപ്പും തന്നല്ലോ. അതിനുശേഷം നമ്മൾ തിരിച്ച് മധ്യപ്രദേശിൽ തന്നെ ഝാൻസിയിൽ സരോവർ പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഞാൻ കാണിച്ചല്ലോ, അവിടെ തന്നെ സ്റ്റേ ചെയ്യുക. ശരിക്കും ഞങ്ങൾ വീട്ടിലെത്തേണ്ടായിരുന്നു വന്ന്. ആ ഒരു ഹോൾ ഡേ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നോണ്ടാ. പിന്നെ രാത്രി ഇതേ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുവാണ്. പെയിനൊക്കെ മൊത്തത്തിൽ മാറിയെങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു സൂപ്പ് മാത്രം റൂമിലേക്ക് ഓർഡർ ചെയ്തു. അങ്കൂൻ്റെ ആക്കയും കൂടെ താഴെ ബുഫേ ഉണ്ടായിരുന്നു. അവരുടെ നല്ല ബുഫേ ലാസ്റ്റ് ടൈം ഞങ്ങൾ കഴിച്ചായിരുന്നല്ലോ. അവരവിടെ നിന്ന് കഴിക്കാനായിട്ട് പോയി. ഞാൻ ദേ ഈ സൂപ്പാണ് കുടിച്ചത്.
കാരണം മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും വേണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. കോംപ്ലിമെൻ്ററി ആയിട്ട് ബുഫേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എന്താ വെച്ചാൽ എല്ലാം എടുത്തു വെച്ചു. കാരണം മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, നല്ലതായിട്ട് ഫുഡ് കഴിക്കണമായിരുന്നല്ലോ. പിന്നെ അവർ പ്രത്യേകം പറഞ്ഞു കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കണം. അതിനനുസരിച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ കുടിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. ചായയും കാപ്പിയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. ജ്യൂസ് കാര്യങ്ങളൊക്കെ മാക്സിമം കുടിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് വാട്ടർമെലൺ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ ഞാൻ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് ഫേവറേറ്റാണ് ചായ, പക്ഷേ എനിക്ക് കുടിക്കാനൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. രാക്കയുടെ ചായ ഇത് കണ്ടപ്പോൾ കൊതു ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ ഒരുപാട് ടയർഡായിപ്പോയി കേട്ടോ. മൊത്തത്തിൽ എങ്ങനെയെങ്കിലും അങ്ങ് വീട്ടിലെത്തിയാൽ മതി എന്നൊരവസ്ഥയിലായിപ്പോയി. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ആ ഹോസ്പിറ്റൽ കണ്ടെത്തിയത് തന്നെ കാര്യം. കാരണം അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ അങ്ങനത്തെ ഒരു വഴിയായിരുന്നു. എങ്ങനെയോ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കണ്ടെത്തിയത്. നല്ല ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ കയ്യിലിരുന്ന അസോർട്ടഡ് മാക്രോൺസ് ഒക്കെ കഴിക്കുക. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എത്താറായി കേട്ടോ. ഇത് നമ്മുടെ മോസ്ക് പോലെ ഇല്ലേ, ശരിക്കും ഇത് മോസ്ക് അല്ല, സിഖുകാരുടെ ഗുരുദ്വാരയാണ്. ഒരുപാട് വലുതാട്ടോ, ഇത് ഒരുപാട് വലുതാണ്. അപ്പോൾ അത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നുന്ന രീതിയിൽ ശരിക്കും നമ്മുടെ മോസ്ക് പോലെ തന്നെയാണ് ഈ ഗുരുദ്വാരാസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ദ്വാരക, വൃന്ദാവൻ, ഒറിജിനൽ ദ്വാരകയും വൃന്ദാവനും ഉണ്ടല്ലോ, ഡൽഹിയിലുള്ളതല്ല, UP-യിലുള്ള ഒറിജിനൽ. ആ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ പോകുന്നത്. UP തന്നെ കയറി ലഞ്ചും കൂടെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് നമ്മൾ എത്തും എന്തായാലും. പിന്നെ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ഢാബയാണ് ഇവിടെ കേട്ടോ. നമ്മളവിടെ എത്തി. ഇതുപോലത്തെ ഒരുപാട് ഢാബകൾ അവിടെ ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് കുറച്ച് ഫേമസാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ തപ്പിപ്പിടിച്ച് കയറിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയേ പറ്റൂ, കാരണം രാക്കേക്ക് തിരിച്ച് ഓഫീസിൽ കയറണം. അങ്കുവിൻ്റെ സ്കൂള് തുറന്നു. അപ്പോൾ മട്കയിലുള്ള, അതായത് നമ്മുടെ ചട്ടിയിലുള്ള തൈരാട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. അത്ര ടേസ്റ്റായിരുന്നു, ശരീരം തണുക്കുകയും ചെയ്യും. പിന്നെ മധുരത്തിലൊരു ചട്നി ഉണ്ടായിരുന്നു, എരിവുള്ളൊരു ചട്നി ഉണ്ടായിരുന്നു. റൊട്ടിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്കുവിന് സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഗ്രിൽഡ്, അതായത് ടോസ്റ്റ് ചെയ്ത ചീസ് സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ പനീറും നമ്മുടെ വെള്ളക്കടലയുടെ കറിയും തണ്ടൂരി റൊട്ടിയും. കാരണം വെജിറ്റേറിയൻ ഢാബയായത്, വെജിറ്റേറിയൻ ഡിഷസ് മാത്രമല്ലേ കിട്ടത്തുള്ളൂ. ഞാൻ ഒരെണ്ണം എടുത്തിട്ട് എല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൈര്, ഞാനത് ഒരെണ്ണം ഫുള്ള് ഞാനാണ് കഴിച്ചത്, മറ്റേത് രാക്കി അങ്കും കൂടെ കുറേശ്ശെ കഴിച്ചു. അങ്ങനെ ഇന്നത്തോടുകൂടി നമ്മുടെ റോഡ് ട്രിപ്പ് നമ്മുടെ വീട്ടിലെത്തുകയാണ്. കേരള ടു നമ്മുടെ ഹരിയാന വീട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.